Hi and welcome to the new video on circuits and networks. In this video, I'll be discussing about DC response of series RLC circuit. So the circuit consists of all the basic elements, that is resistor, inductor and capacitor. And we know that when a resistor and inductor and capacitor comes into picture, basically the differential equation becomes second order. പ്രീവിയസ് കേസുകളിലൊക്കെ ആർ എൽ ആയാലും ആർ സി ആയാലും ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ് ശരിക്കും നമ്മൾ ഇക്വേഷൻ ബേസിലല്ല ചെയ്തുകൊണ്ടിരുന്നത് ട്രാൻസ്ഫോം സർക്യൂട്ട് ആണ്. അപ്പോൾ എന്നാലും ഒരു ഐഡിയക്ക് ഞാൻ പറയുന്നതാണ്. അത് രണ്ടും ഫസ്റ്റ് ഓർഡർ ആയിരുന്നു. പക്ഷേ എല്ലും സി ഒരുമിച്ച് വന്ന സെക്കൻഡ് ഓർഡർ ആവും. അപ്പോൾ അതിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. മറ്റേതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതിയിട്ടൊന്നും റെസ്പോൺസ് എഴുതാനൊന്നും പറ്റില്ല. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് കേസുകളായിട്ട് അസ്യൂം ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ ഒരു 3 കേസുകൾ ആ ബേസിൽ പറയാമെന്നുള്ളത് തന്നെയുള്ളൂ. അപ്പോൾ അത് ലാപ്ലേസ് തന്നെ പല കേസുകൾക്കും പല തരത്തിലാണ് അതിൻ്റെ സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ബാക്കി അപ്രോച്ചൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ഫോം സർക്യൂട്ട് വരയ്ക്കുന്നു, അതിൽ നിന്ന് ഐ ഓഫ് എസ് എന്നുള്ള എക്സ്പ്രഷൻ എഴുതുന്നു, പക്ഷേ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. അത് തന്നെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. വി ഹാവ് എ സർക്യൂട്ട് വിത്ത് വോൾട്ടേജ് സോഴ്സ് വി വിത്ത് സ്വിച്ച് വിച്ച് എസ് വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് ടി ഈക്വൽ ടു 0 ആൻഡ് വി ഹാവ് ദ എലമെന്റ്സ് ആർ എൽ ആൻഡ് സി. ഓക്കെ, സോ അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് എല്ലാം 0 ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ഇൻഡക്ടറിൻ്റെ ആയാലും കപ്പാസിറ്ററിൻ്റെ ആയാലും. ഓക്കെ, സോ ലെറ്റ് at t equal to 0 s is closed, and again we are assuming I of 0 അല്ലെങ്കിൽ IL of 0 എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് 0 എന്ന് എഴുതുന്നുള്ളൂ, 0 ആംപിയർ, ആൻഡ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ VC of 0 ഈസ് ടേക്കൺ ആസ് 0 വോൾട്ട്. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നുമില്ല എന്നുള്ള അസംഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൺവേർട്ട് ചെയ്ത് വരയ്ക്കാൻ വേണ്ടുള്ളൂ. അപ്പോൾ അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. സോ ഞാൻ സിംപ്ലി അറ്റ് ടി ഗ്രേറ്റർ ദാൻ 0 ട്രാൻസ്ഫോം സർക്യൂട്ട് നേരെ വരയ്ക്കാമല്ലോ. ഓക്കെ, ട്രാൻസ്ഫോം സർക്യൂട്ട് ഞാൻ ജസ്റ്റ് അധികം കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ആലോചിക്കാം, ഇൻഡക്ടർ ആർ എന്ന് പറയുന്നത് ആറായി തന്നെ നിൽക്കും, എൽ എന്ന് പറയുന്നത് എൽ എസ് ആവും, സി എന്ന് പറയുന്നത് 1/CS ആവും, വി എന്ന് പറയുന്നത് V/S ആവും. അത്രയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല, എല്ലാം മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ ഇവിടെ അതിന് തന്നെ ഇതെന്താണ്, സ്വിച്ച് ക്ലോസ്ഡ് ആയി. പിന്നെ ആർ എന്നുള്ളതിന് മാറ്റമില്ല, എൽ എന്നുള്ളത് എന്താവും, LS ആവും, സി എന്നുള്ളത് മാറിയിട്ട് എന്താവും, 1/CS ആവും. പിന്നെ ഐ ഓഫ് ടി എന്നുള്ളത് മാറിയിട്ട് എന്താവും, ഐ ഓഫ് എസ് ആവും, വി എന്നുള്ളത് മാറിയിട്ട് എന്താവും, V/S ആവും. ഇനി ഇതിൽ നമുക്ക് ജസ്റ്റ് KVL അപ്ലൈ ചെയ്യാതെ തന്നെ വേണ്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പോകുന്ന വഴിയിലെല്ലാം ഡ്രോപ്പ് ആയിട്ടാണ്. അപ്പോൾ അത്രയും 3 എലമെൻ്റ് ഉണ്ട്. സോ ദിസ് വിൽ ബി അപ്ലൈങ് KVL. എന്തായിരിക്കും വരിക, V/S, ബാക്കിയെല്ലാം മൈനസ് ആണ് വരിക. V/S മൈനസ് R ഇൻറ്റു ഐ ഓഫ് എസ് മൈനസ് LS ഇൻറ്റു I of S minus 1/CS into I of S equal to 0. ഇപ്പോൾ നോക്കാം, നമുക്ക് കൂടുതൽ ടേമുകൾ വന്നിട്ടുണ്ട്. അത് എസ് മേലെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. അപ്പോൾ ഞാൻ V/S എന്നുള്ളതിനെ ഒരു ഭാഗത്ത് നിർത്തുമെന്ന് വിചാരിക്കുക. ഈക്വൽ ടു അപ്പുറത്ത് നമ്മൾ ഐ ഓഫ് എസിനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്ന ടേമുകൾ എന്തൊക്കെയായിരിക്കും, R പ്ലസ് LS പ്ലസ് 1/CS ഈ രീതിക്കാണ് വരാൻ പോകുന്നത് അല്ലേ. അല്ല, ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ എഴുതാം ഐ ഓഫ് എസ് ഈക്വൽ ടു, ഞാനത് മൊത്തം സ്റ്റെപ്പ് ഒന്നും എഴുതുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഐ ഓഫ് എസ് ഈക്വൽ ടു എന്ത് വരും, V/S ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ഒരു സിംപ്ലിഫിക്കേഷൻ സ്റ്റേജ് കൂടി ഞാൻ എഴുതുന്നുണ്ട്, S² പ്ലസ് RCS പ്ലസ് 1 ഡിവൈഡഡ് ബൈ CS. അവിടെ LCM കൊടുത്തതാണ്, ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഈക്വൽ ടു എന്തെന്ന് വരും, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ V/L ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി മാറും, S² പ്ലസ് R/L ഇൻറ്റു എസ് പ്ലസ് 1/LC. ഈ LC 1/LC എന്ന് പറയുന്നത് ഇത് ശരിക്കും എന്താ പറയുക, കമ്പയർ ചെയ്ത് കുറേ പറയുകയൊക്കെ ചെയ്യാം. നമുക്കതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളും ഞാൻ അത്ര ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. നമുക്ക് ഇവിടെ സിമ്പിളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ആ രീതിക്കാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ രീതിക്കാണ് വരിക. ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ റൂട്ട് കാണണമല്ലോ. അപ്പോൾ ആ രീതിക്ക് നമ്മൾ അവിടെ അസ്യൂം ചെയ്യാണ്, ദിസ് ഈസ് V/L ഇൻറ്റു ഡിവൈഡഡ് ബൈ SE. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടു, ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് റൂട്ടുകളാണ്, എസിൻ്റെ വാല്യൂ കിട്ടുക, അതിനെ S1 S2 എന്നാണ് വിളിക്കുന്നത് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, S - S1
ഇൻറ്റു എസ് മൈനസ് എസ് ടു എന്നുള്ള ഫോർമാറ്റിൽ എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് നമ്മൾ S1 ഇത് സൊല്യൂഷൻ ചെയ്താൽ S1 S2 ആണ് കിട്ടുക എന്നുള്ള അസംഷനിൽ നമ്മൾ ചുമ്മാ അങ്ങനെ എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ S1 S2 എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടാവുന്നതാണ്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട്, അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് സംഭവം. അതായത് അപ്പോൾ അത് എളുപ്പത്തിൽ കൊണ്ടുനടക്കാനാണ് നമ്മൾ S1 S2 എന്ന് എഴുതിയത്. നമ്മൾ എന്താണെന്ന് കൂടെ ഒന്ന് എഴുതി വെക്കണം. S1 and S2 are the roots of, ഇതിൻ്റെ റൂട്ട്സ് ആ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുത്താൽ ദാറ്റ് ഈസ് S സ്ക്വയർ പ്ലസ് R/L ഇൻറ്റു എസ് പ്ലസ് 1/LC ഈക്വൽ ടു 0. ഇതിൻ്റെ സോൾവ് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് സോൾവ് ചെയ്താൽ കിട്ടുക S1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക മൈനസ് B/A. മൈനസ് B/A, ബി എന്ന് പറഞ്ഞാൽ ഇതാണ്, മൈനസ് B/A എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ മൈനസ് R/, ഒക്കെ കഴിഞ്ഞിട്ടാണ് B/A മൈനസ് B/A പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2 എന്നുണ്ടല്ലോ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് B/, ഒരു ഇത് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ മാത്രമേ എഴുതുള്ളൂ. മൈനസ് R/2L പ്ലസ് ഓർ മൈനസ് ആണ് വരിക. അപ്പോൾ പ്ലസിനെ വരുന്നതിന് ഞാൻ S1 എടുക്കുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് വരും, R/2L ഹോൾ സ്ക്വയർ മൈനസ് 1/LC, ഇതാണ് വരിക. അതേപോലെ S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ജസ്റ്റ് ഇവിടെ മൈനസ് എന്നുള്ളത് പ്ലസ് ആവും എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഇതാണ് എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി സിമ്പിളായിട്ട് ആലോചിക്കുക എന്നുള്ള രീതിയിൽ മൈനസ് ആൽഫ എന്ന് വിളിക്കണം ആ സാധനത്തിന്. മൈനസ് ആൽഫ പ്ലസ് റൂട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതും ആദ്യം നിൽക്കുന്ന സാധനം അത് തന്നെയാണ്. അപ്പോൾ അതെന്ത് എഴുതാൻ വേണമെങ്കിൽ ആൽഫ സ്ക്വയർ മൈനസ് ഇത് ഒമേഗ 0 സ്ക്വയർ ആണ്. ശരിക്കും ഒമേഗ എന്ന് പറഞ്ഞാൽ അവിടെ നാച്ചുറൽ ഫ്രീക്വൻസി ആണ് വരുന്നത്. ഒമേഗ 0 സ്ക്വയർ ആണ് 1/LC, അതല്ലെങ്കിൽ ഒമേഗ 0 എന്ന് പറഞ്ഞാൽ 1/√LC. ഇത് കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തൽക്കാലം ഇത് ഇങ്ങനെ പറയുന്നു. ഓർ സിംപ്ലി ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ആലോചിക്കാം. ഇത് ഈ ഒരു ടേമിനെ ബീറ്റ എന്നുള്ളത്. ഇതൊക്കെ ഇങ്ങനെ പേര് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനൊക്കെ ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് കേസുകൾ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താ വരിക, മൈനസ് ആൽഫ മൈനസ് അതേ സാധനം തന്നെയാണ് വരാൻ പോകുന്നത്, ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഓർ മൈനസ് ആൽഫ മൈനസ് ബീറ്റ. അപ്പോൾ ഇതാണ് S1ഉം S2ഉം എന്ന് പറയുന്ന സാധനങ്ങൾ. ഇപ്പോൾ ഇതിലെ ഓരോ സാധനങ്ങളും നമ്മൾ ഓരോ പേരുകളാണ് വെറുതെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഓർത്ത് വരണം. ഇതിലത്തെ ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തിട്ടുള്ള R/2L ആൽഫ എന്ന് വിളിക്കുന്നത്. ദെൻ ഒമേഗ 0 എന്ന് പറഞ്ഞാൽ എന്താ 1/√LC ആണ് അല്ലേ. ഒമേഗ 0 സ്ക്വയർ 1/LC ആണെങ്കിൽ ഒമേഗ 0 എന്ന് പറഞ്ഞാൽ 1/√LC ആണ്. ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്ത് എന്തായിരുന്നു, സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി അവിടെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. സോ പാർഷ്യൽ ഫ്രാക്ഷൻ എന്നുള്ളതും അതൊക്കെ അസംഷനാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്. ഇതാണ് ഇപ്പോൾ ഇതിനെ ഇനി പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ A/S - 1 + B/ ആ ഒരു കാര്യമാണ് ഇനി അവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊന്നും വാല്യൂസ് അറിയില്ല എന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ ഇതിലൊക്കെ ആറിലായാലും RC നമുക്ക് സുഖമായിട്ട് പറഞ്ഞു പോകാൻ പറ്റുമായിരുന്നു. ഇവിടെ അങ്ങനെ എല്ലാം ഒരു അസംഷൻ്റെ ബേസിലാണ്. സോ ബൈ partial fraction expansion, എന്തിനാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, IOFന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ IOS ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, IOS ഈക്വൽ ടു A/S - S1 പ്ലസ് B/S - S2 എന്നുള്ള രീതിയിൽ എഴുതാം. ഇതിൽ എയും ബിയും നമ്മൾ കണ്ടുപിടിക്കുക. അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എ കാണാൻ എയുടെ അടിയിലുള്ളതിനെ അടച്ചു പിടിക്കുക. എന്നിട്ട് എന്താ S ഈക്വൽ ടു S1 കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും, S - S1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടച്ചു പിടിക്കുക എന്നുള്ള അർത്ഥം. IOS എന്നിട്ട് S ഈക്വൽ ടു എന്തിട്ട് കൊടുക്കണം, S1 ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുക V/L ഡിവൈഡഡ് ബൈ S1 - S2 എന്നാണ് കിട്ടുക. ഇതേപോലെ നമുക്ക് ബി കാണാം. ബിയുടെ അടിയിൽ തന്നെ അടച്ചു പിടിക്കുക. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. S ഈക്വൽ ടു S2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് S - S2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, S ഈക്വൽ ടു
S2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ചെയ്താൽ വരിക -V/L ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 എന്നുള്ള ഫോമിലാണ് കിട്ടുക. ഇതാണ് എയും ബിയും കിട്ടുക. അപ്പോൾ അത് വേണമെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം? ഫോർ I of S ഈക്വൽ ടു എന്ത് വരും? രണ്ടിലും സെയിം സാധനം ഞാൻ പുറത്തേക്ക് എഴുതാം. V/L ഇൻറ്റു S1 മൈനസ് S2 ആണല്ലോ രണ്ടിലും കിട്ടും. രണ്ടിലും മൈനസും പ്ലസിൻ്റെ വ്യത്യാസം ഉണ്ട്. നമുക്ക് ബാക്കി എന്താ എഴുതാം? നമുക്ക് 1/S മൈനസ് S1, അത് ഓൾറെഡി അവിടെ എടുക്കുന്ന സാധനമാണ്, -1/S മൈനസ് S2. ഈ രീതിക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്രയും എന്താ പറയുക, ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് കിട്ടിയത്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക, ഇത് തന്നെ ഓൾറെഡി വൃത്തികെട്ട രീതിയിലാണ്. ഇപ്പോൾ ഈ S1 S2 നമ്മളവിടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും ആലോചിക്കുക. അപ്പോൾ ഈ ഒരു S1 S2 അവിടെ ഇട്ട് പോകണം. അതുകൊണ്ടാണ് നമ്മളവിടെ ചുമ്മാ ഒരു പേരിട്ട് വിളിച്ചത് S1 മൈനസ് S2. അതിൽ ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആദ്യം തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കണമല്ലോ. ഇതാണ് നമ്മളെ കയ്യിൽ കിട്ടിക്കെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ എന്ത് വരാം? നമുക്ക് ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അത് ഞാൻ നേരെ അതിലേക്ക് വരുന്നതിന് മുന്നേ ഇവിടെ 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നത് ഈ S1ൻ്റെയും S2ൻ്റെയും ബേസിലാണ്. S1 S2 ആണ് അവിടെ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുന്നത്. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതായിരുന്നു റെപ്രസെൻറ്റേഷൻ. എന്താ? -α പ്ലസ് √ α² മൈനസ് ഓഫ് ω². അപ്പോൾ ഈ ഒരു ഇതിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്, α² മൈനസ് ω02. അതായത് ആൽഫയും ω0 തമ്മിലുള്ള റിലേഷൻ്റെ ബേസിൽ നമുക്ക് 3 തരത്തിൽ ഈ സാധനം വരാം, S1 അല്ലെങ്കിൽ S2. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ എടുക്കുന്നത് അല്ലേ? അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ വാല്യൂ പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവും, 0 ആവും. 3 കണ്ടീഷൻ വരും. അപ്പോൾ ആ 3 കണ്ടീഷനും ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ സൊല്യൂഷൻ എഴുതുന്നുണ്ട്. ഒന്നാമത്തെ കേസ് നമുക്കൊന്ന് ആലോചിക്കാം. അതായത് ആൽഫ എന്ന് പറയുന്നത് ω0നെക്കാട്ടിലും വലുതാണെങ്കിൽ അപ്പോൾ എന്താ വരിക? ഈ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് വാല്യൂ കിട്ടും. 2 ഇൻഡിവിജ്വൽ പോസിറ്റീവ് വാല്യൂസ് കിട്ടും. അപ്പോൾ 2 സെപ്പറേറ്റ് റൂട്ടുകൾ S1 S2 എന്നുള്ള റൂട്ടുകൾ കിട്ടും. അപ്പോൾ ഒരു നോർമൽ സൊല്യൂഷൻ കിട്ടും. രണ്ടാമത്തെ കേസ് ആൽഫയും ω0 സെയിം ആണെങ്കിൽ അപ്പോൾ എന്താ? ഇത് ഒഴിവായി പോകും, ഇതും എന്താ? ഒഴിവായി പോകും. അപ്പോൾ പിന്നെ ജസ്റ്റ് എന്തേ വരുള്ളൂ? -α -α. അതിൻ്റെ അർത്ഥം എന്താ? S1ഉം S2ഉം സെയിം ആണ്. അപ്പോൾ ഐഡൻറ്റിക്കൽ റൂട്ട്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ലാപ്ലേസ് ഇൻവേഴ്സ് എഴുതുന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ നേരത്തെ റെസ്പോൺസും ഇപ്പോഴത്തെ റെസ്പോൺസും മാറി. ഞാൻ അടുത്ത കേസും കൂടിയും ആലോചിക്കാം. ആൽഫ ചെറുതാണെങ്കിൽ ω0നെക്കാട്ടിലും, അപ്പോൾ ഇതെന്തായി? നെഗറ്റീവ് സാധനം കിട്ടിയതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ അർത്ഥം എന്താ? കോംപ്ലക്സ് വരും. അപ്പോൾ ആൽഫ പ്ലസ് ഒരു കോംപ്ലക്സ് ടേമാണ് വരാൻ പോകുന്നത്, പ്ലസ് മൈനസും. അപ്പോൾ കോംപ്ലക്സ് വരുമ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് വേറെ തരത്തിലാണ്. അപ്പോൾ 3 സൊല്യൂഷൻസ് അവിടെ നമുക്ക് വരും. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ടേക്കിംഗ് ഇൻവേഴ്സ് ഞാൻ അവിടെ എഴുതിയെങ്കിലും നമുക്ക് ഇനി ഓരോ കേസുകളായിട്ട് പോവാം. സോ ഫസ്റ്റ് കേസ് 1. ഓക്കെ, കേസ് 1 എന്നുള്ളത് ഞാൻ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when the roots are real and unequal. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം when the roots are real and unequal. അപ്പോൾ അതിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഡാംപ്ഡ് റെസ്പോൺസ് ആണ് വരിക. ഓവർ ഡാംപ്ഡ്, അതെന്താണെന്ന് ഞാൻ പറയാം. ഓവർ ഡാംപ്ഡ് റെസ്പോൺസ്. ഇപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചോളാം. ഇത് കേസിലാണ് റൂട്ട്സ് റിയൽ ആൻഡ് അൺഈക്വൽ ആണെങ്കിൽ നമുക്ക് അവിടുത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഇതാണ്, r/2l എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എന്താ? 1/√LC. 1/√LC. അത് ഒന്ന് പ്രത്യേകിച്ചൊന്നും ആലോചിക്കേണ്ട, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. 1/√LC എന്ന് പറഞ്ഞാൽ ω0 ആണ്. അതായത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. ദാറ്റ് ഈസ് ആൽഫ ഗ്രേറ്റർ ദാൻ ω0. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ കേസ് ആൽഫ ഗ്രേറ്റർ ദാൻ ω0 എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ വരും. അപ്പോൾ 2 സെപ്പറേറ്റ് റൂട്ടുകൾ S1 S2 വരും. അപ്പോൾ ആ രീതിക്ക് നമുക്ക് അവിടുത്തെ സൊല്യൂഷൻ എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ I of t എന്തായിരിക്കും വരിക? ഹിയർ I of t വിൽ ബി ഈക്വൽ ടു e⁻⁻ at ഇൻറ്റു 2 റൂട്ടുകളാണതുകൊണ്ട് k1 e⁻βt പ്ലസ് k2 2 കോൺസ്റ്റൻ്റ് ആണ്, e⁻βt എന്ന് വരും. അല്ലെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ ഡയറക്റ്റ് ഇത് എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് എന്താ വരിക? k1 e⁻⁻s1t പ്ലസ് k2
ഇ റേസ് ടു എസ് ടു ടി. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. ഇതാണ് ഐ ഓഫ് ടി വരിക. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് എസ് 1 S2 എന്ന് പറഞ്ഞാൽ 2 റൂട്ടുകളുണ്ട്. അതായത് നമ്മളെ റെപ്രസെൻറ്റേഷനിൽ കിട്ടിയിട്ടുള്ളത് എന്താ പറയുക 1/s എന്താ പറയുക S-S1 എന്നുള്ള ഫോമിലാണല്ലോ. അപ്പോൾ എന്ത് വരും, നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ വരിക. K1 ഇ റേസ് ടു എസ് മൈനസ് തന്നെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇ റേസ് ടു മൈനസ് ന്യൂ ഇയർ വരില്ല, പ്ലസ് വരും. ഇതാണ് സൊല്യൂഷൻ വരിക. ഈ ഒരു കേസിൽ നമ്മളിത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഐ ഓഫ് ടിയുടെ വാല്യൂ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ റെസ്പോൺസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിക്കാം. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ കറണ്ടും തന്നെയാണ്. ടൈം, this is I of t, and if you plot it will be something like this. ഓക്കെ, ഇതിങ്ങനെ താഴേക്ക് പോകും. ഇതിനെയാണ് ഓവർ ഡാംപ്ഡ് എന്നാണ് പറയുക. ഇതാണ് ഇതിൻ്റെ കേസിലെ റെസ്പോൺസ് വരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് 1. ഓക്കെ, പിന്നെ അതേപോലെ അടുത്ത കേസിലോട്ട് നമുക്ക് വരാം. കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത്, ഞാൻ പറഞ്ഞു ആൽഫയും ഒമേഗ വാല്യൂ ഈക്വൽ ആകുമ്പോൾ, ദാറ്റ് ഈസ് രണ്ടും സെയിം റൂട്ട് വരും. സോ വെൻ the roots are റിയലുമായിരിക്കും അല്ലേ, റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. അതായത് S1 ഈക്വൽ ടു മൈനസ് ആൽഫ കിട്ടും, S2 ഈക്വൽ ടു എന്തിനു കിട്ടും, മൈനസ് ആൽഫ കിട്ടും. ഈ കേസിലാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലി ഡാംപ്ഡ് എന്നാണ് പറയുക. ക്രിട്ടിക്കലി ഡാംപ്ഡ്. ഓക്കെ, സോ ഇതിലത്തെ നമ്മൾ എടുക്കുന്ന അസംഷൻ ഇതാണ്, R ബൈ നേരത്തെ ഗ്രേറ്റർ ആയിട്ട് ഇത് ഈക്വൽ ആയിട്ട് എടുക്കണം. R/2L ഈക്വൽ ടു 1/1 റൂട്ട് ഓഫ് LC, ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു ഒമേഗ 0. ഈ കേസിലാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. രണ്ടെണ്ണം സെയിം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, ഈ ജസ്റ്റ് ആൽഫയാണല്ലോ പിന്നെ വരുന്നത്, ഇ റേസ് ടു മൈനസ് ആൽഫ ടി ഇൻറ്റു K1 പ്ലസ് K2T. ഇങ്ങനെയാണ് എന്നുള്ള ഓർമ്മ വേണം. ഇതൊക്കെ ലാപ്ലേസിൻ്റെ കാര്യം. ബാക്കി അവിടെ വെറും ആൽഫയാണ് കിടക്കുന്നത്, മൈനസ് ആൽഫയാണ്. അപ്പോൾ ഇ റേസ് മൈനസ് ആൽഫ ടി ഇൻറ്റു K1 പ്ലസ് K2T എന്നുള്ളത് കിട്ടും ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അതേപോലെ ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ ഐ ഓഫ് ടി നമ്മളെടുത്ത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കർവ് വരിക ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. പക്ഷേ അത് കുറച്ചും കൂടി പെട്ടെന്ന് ഇതാവുന്ന രീതിയിലും അത് ഇതായിട്ട് പോവില്ല. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇതാണ് ക്രിട്ടിക്കലി ഡാംപ്ഡ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഫൈനൽ കേസ് എന്ന് പറയുന്നത് കോംപ്ലക്സിൻ്റെ ഒരു കേസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഫൈനൽ കേസ് 3 എന്ന് പറഞ്ഞാൽ എന്താ, വെൻ the roots are complex. When the roots are complex conjugate ആയിട്ട് വരും, കോംപ്ലക്സ് കോൺജുഗേറ്റ്. ഇതിൻ്റെ റെസ്പോൺസ് നമുക്ക് വരിക അണ്ടർ ഡാംപ്ഡ് ആണ് വരിക, അണ്ടർ ഡാംപ്ഡ് റെസ്പോൺസ്. അതായത് ഈ കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത് മറ്റേത് ലെസ് ദാൻ ആയിട്ടാണ്, ദാറ്റ് ഈസ് R/2L is taken as less than 1 root of LC, that is alpha less than omega 0 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഐ ഓഫ് ടി എഴുതി കഴിഞ്ഞാൽ വരിക കോംപ്ലക്സ് ആണ്. സോ ഐ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു K1 ഇ റേസ് ടു S1T പ്ലസ് K2 ഇ റേസ് ടു S2T എന്നുള്ളത് എഴുതാം. പക്ഷേ ഇവിടെ അതിൻ്റെയൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഇവിടെ ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നത് ഇ റേസ് ടു മൈനസ് ആൽഫ ടി ഇൻറ്റു ശേഷം K1 പ്ലസ് K2 കോസ് ഒമേഗ ഡി ടി. ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. K1 മൈനസ് K2 സൈൻ ഒമേഗ ഡി ടി. ഈ ഒരു ഫോർമാറ്റിലാണ് വരിക. അപ്പോൾ ഇതിലെ അറിയാത്ത 1-2 കാര്യങ്ങളുണ്ട്, അതെന്താണെന്നും കൂടി ഞാൻ അവിടെ എഴുതാം. വേർ എന്താ പറയുക, റൂട്ട് ഓഫ് ഒരു എന്തായാലും വരാൻ പോകുന്ന എന്താ ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ 0² ആണ്. ഇത് നമുക്ക് നെഗറ്റീവ് കിട്ടുമെന്ന് അറിയാം. അപ്പോൾ അത് മൈനസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്കിവിടെ മൈനസ് റൂട്ട് 1നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം, മൈനസ് റൂട്ട് 1 ഇൻറ്റു ബാക്കി അവിടെ വരാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഒമേഗ 0² മൈനസ് ആൽഫ² ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് നെഗറ്റീവാണ്, കാരണം ആൽഫ ചെറുതാണല്ലോ, അതിനകത്ത് നെഗറ്റീവ്. അപ്പോൾ മൈനസിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ബാക്കിയുള്ളത് രണ്ടെണ്ണമായിട്ട് എഴുതിയെന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ഒമേഗ ഡി. ഒമേഗ ഡി ഞാൻ ആലോചിക്കേണ്ട ഈ സാധനത്തിന് ഒമേഗ ഡി എന്ന് വിളിക്കുന്നതെന്നുള്ളൂ. വേർ ഒമേഗ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ്
ഒമേഗ 0 സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ ആണ്. ഈ ബേസിൽ എഴുതിയ സൊല്യൂഷൻ ആണിത്. ഇപ്പോൾ ഈ ഫൈനൽ സൊല്യൂഷൻ ആണ് കാണുന്നത്. അത് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അണ്ടർ ഡാംഡ് റെസ്പോൺസ് ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കിത് ഇങ്ങനെ വരച്ചാൽ പറ്റില്ല. മേലെയും താഴെയും ആയിട്ടാണ് ഇതിൻ്റെ റെസ്പോൺസ് വരാൻ പോകുന്നത്. So this is our I of t. So t, if you plot it, it will be something like this. Okay, അങ്ങനെ പോയിക്കോളും. ഫൈനലി 10 to ഇതിലേക്ക് 0ക്ക് വന്നുകൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് ഇതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിൽ വരുന്നത്. താങ്ക് യു.